നമസ്കാരം, ഇടുക്കി ബഡ്ഡിയുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ബഡീസെ, കഴിഞ്ഞ വീഡിയോയിൽ നമുക്ക് രാമക്കൽമേടിൻ്റെ പൂർണ്ണമായിട്ടുള്ള ദൃശ്യങ്ങൾ പകർത്താൻ കഴിഞ്ഞില്ലല്ലോ. അപ്പം അതിൻ്റെ പൂർണ്ണമായിട്ടുള്ള ദൃശ്യങ്ങളുമായിട്ട് ഇടുക്കി ബഡ്ഡി വീണ്ടും വന്നേക്കും കേട്ടോ. രാമക്കൽമേടിൻ്റെ പൂർണ്ണമായിട്ടുള്ള ദൃശ്യങ്ങൾ എന്ന് പറഞ്ഞത് വെറും തള്ള കേട്ടോ. ഞാൻ ഇന്ന് അപ്ലോഡ് ചെയ്യാൻ വേണ്ടി വേറൊരു വീഡിയോ ഷൂട്ട് ചെയ്തായിരുന്നേ, പക്ഷേ അതിൻ്റെ കുറച്ച് ഭാഗങ്ങൾ ഡിലീറ്റ് ആയിപ്പോയി. ഞായറാഴ്ച അല്ലായിരുന്നു. അപ്പോൾ ഇന്ന് നമ്മുടെ അടുത്തുള്ള കരുണാപുരം ഗ്രൗണ്ടിൽ ക്രിക്കറ്റ് ടൂർണമെൻറ്റ് ഉണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ ദൃശ്യങ്ങളൊക്കെ പകർത്താമെന്ന് വിചാരിച്ച് ഞാൻ രാവിലെ അവിടെ പോയതാണേ. വീഡിയോ ഒക്കെ ഞാൻ ഷൂട്ട് ചെയ്യുകയും ചെയ്തതാണ്. പക്ഷെ തിരിച്ചു വന്നപ്പോഴേ അതിൻ്റെ കുറച്ച് ഭാഗങ്ങൾ ഡിലീറ്റ് ആയിപ്പോയി. അപ്പോൾ ഒരു കംപ്ലീറ്റ് ആയിട്ട് നമുക്ക് ചെയ്യാൻ പറ്റത്തില്ലാത്തതുകൊണ്ട് ഞാനത് തൽക്കാലം വിട്ടു. അത് പിന്നീട് വീണ്ടും നല്ലൊരു വീഡിയോ ആയിട്ട് നമുക്ക് ചെയ്യാം കേട്ടോ. ഇപ്പം നിങ്ങൾക്ക് മനസ്സിലായി കാണുമല്ലോ, ഇന്നത്തെ വീഡിയോയെക്കുറിച്ച് ഞാനൊരു മുൻകൂർ ജാമ്യം എടുത്തതാണ്. ക്രിക്കറ്റ് കളി ഷൂട്ട് ചെയ്യാൻ വേണ്ടി കരുണാപുരം പോയതുകൊണ്ട് ഉച്ചവരെയുള്ള സമയം അങ്ങനെ പോയി. പിന്നെ കഴിഞ്ഞ ഒരാഴ്ചയായി നമ്മുടെ വണ്ടി കഴുകിയിട്ട് വണ്ടിയുടെ അവസ്ഥ കണ്ടം പോലെ ആയിരുന്നു. ആദ്യം വിചാരിച്ച് വണ്ടി പുറത്ത് കൊടുത്ത് കഴുകാമെന്ന്, പിന്നെ വിചാരിച്ച് വണ്ടി കഴുകാനുള്ള മോട്ടറും കാര്യങ്ങളും ഒക്കെ വീട്ടിലുണ്ടല്ലോ, വീട്ടിൽ തന്നെ കഴുകിയേക്കാമെന്ന്. അങ്ങനെ ഇന്ന് ഉച്ചക്കത്തെ ഭക്ഷണമൊക്കെ കഴിഞ്ഞിട്ട് വണ്ടി കഴുകാൻ ഇറങ്ങിയതാണ്. വണ്ടിയുടെ ഇൻറ്റീരിയറൊക്കെ നല്ല അടിപൊളിയായിട്ട് ക്ലീൻ ചെയ്തായിരുന്നേ. പുറം ഭാഗം കഴുകാൻ വേണ്ടി ചെന്നപ്പോൾ ദേണ്ട് വരുന്നു അടിപൊളി മഴ. മഴയെ തന്നെ വണ്ടി കഴുകാനാണെന്ന് വിചാരിച്ച് ഞാൻ പുറത്തൂടെ വെള്ളമൊക്കെ അടിച്ചങ്ങ് വിട്ടു. സത്യം പറഞ്ഞാൽ വണ്ടി കഴുക്കും വീഡിയോ എടുപ്പും ഗതാഹുവ. പിന്നെ ഞാൻ എന്ന് വണ്ടി കഴുകിയാലും ഒരു മഴ പതിവാണ്. സാധാരണ വണ്ടി കഴുകി കഴിയുമ്പോഴാണ് മഴ പെയ്യുന്നത്. ഇന്ന് പക്ഷേ വണ്ടി കഴുകിക്കൊണ്ടിരിക്കുമ്പോൾ തന്നെ മഴ പെയ്തു. അപ്പം നിങ്ങൾ വിചാരിക്കും ഇന്നത്തെ വീഡിയോയുടെ അവസ്ഥ എൻ്റെ വണ്ടി കഴുക്ക് പോലെ തന്നെ ആയിരിക്കുമെന്ന്. ഏതാണ്ട് അങ്ങനെയൊക്കെ ആണെങ്കിലും ഞാൻ സമ്മതിച്ച് തരത്തില്ല. നിങ്ങൾ ഇവിടം കൊണ്ട് വീഡിയോ സ്കിപ്പ് ചെയ്തിട്ട് പോയാലോ. ബഡീസെ, ഞങ്ങൾ രാമക്കൽമേട് പോകാൻ വേണ്ടി ഇറങ്ങിയപ്പോൾ വൈകുന്നേര സമയം ആയിരുന്നു കേട്ടോ. കൂടെ നല്ല രീതിയിൽ മഴയിരുട്ടും ഉണ്ടായിരുന്നു. വൈകുന്നേര സമയം എന്ന് പറഞ്ഞാൽ വീട്ടിൽ നിന്ന് ഇറങ്ങിയപ്പോൾ തന്നെ 5:15. ഇന്ന് ഞായറാഴ്ച ആയതുകൊണ്ട് തന്നെ വിനോദസഞ്ചാരികളുടെ നല്ല തിരക്കുണ്ടായിരുന്നു. അവർ വന്ന വാഹനങ്ങളാണ് വഴിയുടെ സൈഡിലൊക്കെ പാർക്ക് ചെയ്തേക്കുന്നത്. ഇന്നത്തെ യാത്രയിൽ ബഡ്ഡിയും വൈഫും മോളും ഉണ്ട് കേട്ടോ. മോനൊരു കല്യാണം കൂടാൻ വേണ്ടി അമ്മച്ചിയുടെ കൂടെ ഈരാറ്റുപേട്ടയ്ക്ക് പോയതുകൊണ്ട് അവൻ വന്നില്ല. ഞങ്ങൾക്ക് നല്ല സംശയം ഉണ്ടായിരുന്നു രാമക്കൽമേട്ടിലെ എൻട്രി സമയം കഴിഞ്ഞിട്ടുണ്ടോയെന്ന്. എപ്പോഴും പറയുന്ന പോലെ മുമ്പോട്ട് വെച്ച കാല് പുറകോട്ട് വെക്കാൻ താല്പര്യമില്ലാത്തതുകൊണ്ട് അവിടെ വരെ ചെന്ന് നോക്കാമെന്ന് വിചാരിച്ചു കേട്ടോ. പിന്നെ ഒരു കാര്യമുണ്ട്, അവിടെ ചെന്നപ്പോഴേ നല്ല സന്തോഷം തോന്നി കേട്ടോ. നല്ല അടിപൊളി കാലാവസ്ഥയായിരുന്നു. കോടയും തണുപ്പും കാറ്റും ഒക്കെ ആയിട്ട് നല്ല അടിപൊളി വൈബ് പിടിച്ച് പതുക്കെ കയറ്റം കയറി മുമ്പോട്ടങ്ങ് പോയി. ഒരുവിധം ഒരു സ്പേസ് കണ്ടുപിടിച്ച് വണ്ടി ഒതുക്കി കേട്ടോ. ട്രിപ്പിന് വന്ന് നമ്മുടെ ബഡ്ഡീസിൻ്റെ ഡാൻസ് കണ്ടോ, അടിപൊളിയല്ലേ. നല്ല അടിപൊളി പാട്ടൊക്കെ വെച്ചാൽ അവർ ഡാൻസ് ചെയ്തേ. പിന്നെ കോപ്പിറൈറ്റ് മേടിച്ച് ഞാൻ ആ പാട്ടങ്ങ് മ്യൂട്ട് ചെയ്തു കേട്ടോ. വണ്ടി ഒതുക്കി വിനോദസഞ്ചാര കേന്ദ്രത്തിൻ്റെ എൻട്രിയിലേക്ക് ചെന്നു. മുതിർന്നവർക്ക് 25 രൂപ വീതമാണ് എൻട്രി ഫീസ് കേട്ടോ. മോളെ എവിടെ പോടി? ഈ പ്രാവശ്യം മെയിൻ എൻട്രൻസിൻ്റെ അതിലാണ് കയറിയേ. അത്യാവശ്യം നടക്കാനുണ്ട്, നടയൊക്കെ കയറി വരണം. നടന്ന് കയറിയാൽ എന്നാ ബഡീസേ, മുകൾ ഭാഗത്ത് എത്തുമ്പോഴത്തേക്ക് നമ്മുടെ എല്ലാ ബുദ്ധിമുട്ടും മാറും. ഞാൻ രാമക്കൽമേട് വന്നതിന് കയ്യും കണക്കൊന്നുമില്ല, പല പ്രാവശ്യം വന്നിട്ടുണ്ട്. നമ്മുടെ വീട്ടിലൊക്കെ ഏതൊരു ഗസ്റ്റ് വന്നാലും ഏറ്റവും ആദ്യം പോകുന്ന സ്ഥലം രാമക്കൽമേടാണ്. പക്ഷെ ബഡീസേ, ഓരോ പ്രാവശ്യം വരുമ്പോൾ ഓരോ കാലാവസ്ഥ കേട്ടോ. ഇവിടെ എത്ര പ്രാവശ്യം വന്നാലും മടുക്കത്തില്ല. കുറവൻ കുറത്തി സ്റ്റാച്ചു ഒക്കെ കാണുന്നുണ്ടല്ലോ അല്ലേ. നല്ല അടിപൊളി കോടയുണ്ട് കേട്ടോ. നല്ല കാറ്റും തണുപ്പും. ദൂരെ ആ മലയുടെ അവിടെ കാണുന്ന കോടയാണ് കേട്ടോ. നമ്മുടെ ക്യാമറയുടെ പരിമിതി കൊണ്ട് അത് കാണാൻ ചിലപ്പം കുറച്ച് ബുദ്ധിമുട്ടുണ്ടാകും കേട്ടോ. അടുത്ത 1-2 വീഡിയോ കണ്ട് ക്യാമറയുടെ പ്രശ്നം പരിഹരിക്കാവേ. നിങ്ങൾ ഈ കാണുന്ന ദൃശ്യം തമിഴ്നാടിൻ്റെ ആണെന്ന് പറഞ്ഞാൽ വിശ്വസിക്കാൻ പറ്റുമോ? വിശ്വസിച്ചേ പറ്റൂ ബഡീസ്, അത് തമിഴ്നാടിൻ്റെ ദൃശ്യങ്ങൾ തന്നെയാണ്. തമിഴ്നാടിൻ്റെ കൃഷിസ്ഥലങ്ങളൊക്കെയാണ് കേട്ടോ ദൂരെ കളങ്കളമായിട്ട് കാണുന്നത്. തമിഴ്നാടിൻ്റെ ദൃശ്യങ്ങൾ ഈ രീതിയിൽ കാണണമെങ്കിൽ ഇവിടെ തന്നെ വരണം കേട്ടോ. വേറെ പല സ്ഥലങ്ങളിലും തമിഴ്നാടിൻ്റെ ദൃശ്യങ്ങൾ കാണാൻ പറ്റും, പക്ഷെ ഇത്രയ്ക്ക് മനോഹരമായിട്ട് കാണാൻ പറ്റത്തില്ല. നൂറ്റാണ്ടുകൾക്ക് മുമ്പ് കടൽ ഉൾവലിഞ്ഞു പോയ പ്രദേശമാണെന്നൊക്കെ പറയുന്നുണ്ട്, പക്ഷെ അത് സത്യമാണോന്ന് അറിയത്തില്ല. എന്തായാലും നമുക്ക് അവിടെ നിന്നാൽ ആ രീതിയിൽ തോന്നും. ഇന്നെന്താണെന്നറിയത്തില്ല, നല്ല ശക്തമായിട്ടുള്ള കാറ്റുണ്ടായിരുന്നു കേട്ടോ. ഇപ്പോൾ ഈ കാണുന്നത് മലമുഴക്കി വേഴാമ്പലിൻ്റെ മാതൃകയുള്ള ഒരു വാച്ച് ടവറാണ്. ഇതിൻ്റെ ഉൾഭാഗത്തു കൂടി നമുക്ക് ഏറ്റവും മുകളിൽ കയറാൻ പറ്റും കേട്ടോ. മുകളിൽ കയറി കഴിഞ്ഞാൽ അതിൻ്റെ മുകൾ ഭാഗത്തു നിന്നുള്ള ദൃശ്യങ്ങൾ വളരെ മനോഹരമാണ്. നല്ല തിരക്കുണ്ടായിരുന്നുകൊണ്ട് വാച്ച് ടവറിൻ്റെ മുകളിൽ കയറി പറ്റാൻ കുറച്ച് പാട് കിട്ടും കേട്ടോ. എന്നാലും ഒരുവിധം തിക്കി തിരക്കി മുകളിലെത്തി. അതിൻ്റെ മുകളിൽ നിന്ന് ദൃശ്യങ്ങളാണ് കേട്ടോ ഇപ്പം നിങ്ങൾ കാണുന്നത്.
തിരക്കിൻ്റെ ഇടയിൽ വളരെ കഷ്ടപ്പെട്ടാണ് കേട്ടോ വീഡിയോ ഒരുവിധം എടുത്തേ. അതിൻ്റെ മുകളിൽ നിന്നുള്ള കുറവൻ കുറുത്തിയും സ്റ്റാച്ചുവിൻ്റെ ദൃശ്യങ്ങളാണ് ഇപ്പം നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ദൂരെ തമിഴ്നാടിൻ്റെ കൃഷിപ്പാടത്തിൻ്റെ ദൃശ്യങ്ങൾ അതിൻ്റെ മുകളിൽ നിന്ന് കുറച്ചുകൂടെ വ്യക്തമായിട്ട് കാണുന്നുണ്ട്. എല്ലാവർക്കും കാണാൻ അവസരം കൊടുക്കണമല്ലോ എന്ന് വിചാരിച്ച് ഞങ്ങൾ പതുക്കെ അവിടെ നിന്ന് മാറിക്കൊടുത്തു കേട്ടോ. കുട്ടികൾക്ക് കളിക്കാനുള്ള ഒരു ചെറിയ പാർക്കൊക്കെ ഉണ്ട് അവിടെ. അപ്പം പാത്തുവിനെ ഒരു റൈഡിൽ കയറ്റി കുറച്ച് നേരം ഞങ്ങൾ കളിപ്പിച്ചുകൊണ്ടിരിക്കുവാണേ. പാത്തുവിന് കുറച്ച് പുതിയ കൂട്ടുകാരെയും കിട്ടി അവിടുന്ന്. 10-15 മിനിറ്റ് നേരം കളിയും ചിരിയും ബഹളവും ഒക്കെ ആയിട്ട് ഞങ്ങൾ ആ പാർക്കിൽ ചെലവഴിച്ചു കേട്ടോ. ഈ മുഖം കാണിക്കണമെന്ന് ഓർത്തല്ല കേട്ടോ, പക്ഷെ ഇടുക്കി വടിയുടെ ഫാൻസ് നിരാശരാകുമെന്ന് ഓർത്ത് ഞാൻ വീണ്ടും പ്രദർശിപ്പിക്കുന്നതാണേ. തിരിച്ചു വന്ന് നമ്മൾ മുകളിലേക്ക് കയറിപ്പോയ വഴി കൂടെ അല്ല കേട്ടോ, അതിൻ്റെ ഇപ്പുറത്തെ സൈഡിൽ കൂടെ നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ കാണിച്ച ആ വഴി കൂടെ. സന്ധ്യ മയങ്ങാൻ തുടങ്ങിയിട്ടുണ്ടായിരുന്നു. സഞ്ചാരികളൊക്കെ തിരിച്ചു പോകാനുള്ള തിരക്കിലാണ്. അല്ലെങ്കിലും സന്ധ്യാസമയം കൂടണയലിൻ്റേതാണല്ലോ. എല്ലാ കൂടണയലുകളും പ്രതീക്ഷകളുടേതാണ്. നല്ല ഒരു പുലരിയിലേക്കുള്ള പ്രതീക്ഷകൾ. ഇടുക്കി ബഡ്ഡിയുടെ വീഡിയോകൾ ഇവിടെ അവസാനിക്കുന്നില്ല. ഞങ്ങളും എത്രയും വേഗം കൂടണയാനുള്ള തിരക്കിലാണ്. ഇന്നത്തെ ഈ ചെറിയ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ബഡീസ്, നിങ്ങളുടെ ഷെയറും ലൈക്കും കമൻറ്റുകളും ഒക്കെയാണ് കേട്ടോ ഞങ്ങളുടെ പ്രചോദനം. യൂട്യൂബിൽ വീഡിയോ കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് ചെയ്യണം, കമൻറ്റ് ചെയ്യണം. ഫേസ്ബുക്കിൽ വീഡിയോ കാണുന്നവർ ഫോളോ ചെയ്യണം, ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം. നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമൻറ്റുകളായിട്ട് രേഖപ്പെടുത്താൻ മറക്കല്ലേ. പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും നമുക്ക് കാണാം.